നമസ്കാരം. നമ്മുടെ ബന്ധങ്ങൾ റിലേഷൻസിലൊക്കെ നമുക്ക് എപ്പോഴും വളരെയധികം മധുരമായതും അതുപോലെ തന്നെ കൈപ്പേറിയതുമായ ഒരുപാട് ബന്ധങ്ങളും റിലേഷൻഷിപ്പൊക്കെ നമ്മുടെ ഘട്ടങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകാറുണ്ടല്ലേ. ഏത് ബന്ധവും 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതെന്നൊക്കെയാണ് പറയുക. ആദ്യ ഘട്ടത്തിൽ സ്റ്റേജ് നമ്പർ 1, ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എല്ലാം വളരെ ലളിതമായിരിക്കും, നമുക്ക് എളുപ്പമായിരിക്കും കാര്യങ്ങളൊക്കെ, ഭയങ്കര ആകർഷകമായിട്ടൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ഓരോ നിമിഷത്തിലും ഓരോന്നിനും ഓരോ ഉണർവുണ്ടാവും നമുക്ക്. അതുപോലെ തന്നെയാണ് നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം തന്നെ, നിങ്ങളുടെ ബന്ധങ്ങളെല്ലാം തന്നെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ എളുപ്പവും വളരെയധികം ലളിതവും അതുപോലെ തന്നെ വളരെയധികം മധുരവുമായിരിക്കും, വളരെ സ്വീറ്റ്നെസ് ആയിരിക്കും. ഇതൊരിക്കലും മാറില്ല എന്നൊക്കെ നമ്മൾ അങ്ങനെ വിശ്വസിക്കും. എപ്പോഴും എല്ലാം പുതിയതായിരിക്കും, നമുക്ക് എല്ലാം പുതിയതായിരിക്കും നമുക്ക് ആ സമയത്ത്. നിങ്ങൾ തമ്മിൽ ഏറ്റവും നല്ല മാതൃകാപരമായ കാര്യങ്ങളൊക്കെ ആയിരിക്കും തമ്മിൽ കൈകാര്യം ചെയ്യുന്നതൊക്കെ. ആ മധുരമെല്ലാം നിങ്ങൾക്ക് പോകും രണ്ടാമത്തെ സ്റ്റേജിലെത്തുമ്പോഴും. സ്റ്റേജ് നമ്പർ 2 എന്ന് പറയുന്നത് കാരണങ്ങളൊക്കെ മാറിപ്പോകാൻ ആരംഭിക്കുമെന്നുള്ളത്. ആദ്യം അനുഭവിച്ച കാര്യങ്ങളൊക്കെ ചെറിയ കാരണങ്ങൾ കൊണ്ടൊക്കെ അത് മാറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ഒപ്പം നിങ്ങൾ രണ്ടുപേരുടെയും ഇടയിൽ സൂക്ഷ്മമായ വെല്ലുവിളികളൊക്കെ ഉടലെടുക്കാൻ പതിയെ തുടങ്ങുമെന്ന് പറയാം. മുമ്പ് കാണാതെ പോയ കുറവുകളൊക്കെ തന്നെ നിങ്ങൾക്ക് വീണ്ടും ശ്രദ്ധ പിടിച്ചു വരാൻ തുടങ്ങും. തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവാൻ തുടങ്ങും. ചെറിയ പ്രശ്നങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളാക്കി മാറാനൊക്കെ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒരു സാധാരണ സംഭാഷണം പോലും നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായി തോന്നുന്ന സമയമായിരിക്കും അതൊക്കെ. ഇതാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് പോലും സംശയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ രണ്ടാമത്തെ സ്റ്റേജിൽ എത്തുമെന്ന് പറയും. അതുപോലെ നിങ്ങൾ ചിന്തകളൊക്കെ മാറി തുടങ്ങും. പക്ഷേ ഇത് ഭയങ്കരമായ ഒരു കാലഘട്ടമാണ്. ഇതിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്യണം, നമുക്ക് തരണം ചെയ്യണമെങ്കിൽ സ്റ്റേജ് നമ്പർ 3 നമ്മൾ എത്തണം. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, സ്റ്റേജ് നമ്പർ 3 എന്ന് പറയുന്നത് വിഷയങ്ങളൊക്കെ എപ്പോഴും നമുക്കിങ്ങനെ മാറാൻ ആരംഭിക്കുമ്പോഴേക്ക് നമ്മൾ തമ്മിൽ ഉടലെടുത്ത പ്രശ്നങ്ങളും അതുപോലെ തന്നെ വിഷയങ്ങളൊക്കെ തന്നെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും, മാറാൻ തുടങ്ങുമ്പോഴും നിങ്ങൾ രണ്ടുപേരും പരസ്പരം തകർക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി തുടങ്ങാൻ, ബോധ്യപ്പെടുത്താൻ തുടങ്ങുന്ന ഒരു സമയമുണ്ട്. നിങ്ങൾ തമ്മിൽ കൂടുതൽ നല്ല രീതിയിൽ മനസ്സിലാക്കാനും പരസ്പരത്തിൻ്റെ അപൂർണതകളെ അംഗീകരിക്കാനും ഒക്കെ, നിങ്ങൾ പ്രശ്നങ്ങളെ ആദരത്തോടെ പരിഹരിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റേജിൽ. ഈ ഘട്ടത്തിൽ സ്നേഹം വെറും ഉണർവിനേക്കാൾ ഏറ്റവും കൂടുതലായി നിങ്ങൾക്ക് തോന്നുമെന്നുള്ളതാണ് പറയുന്നത്. വിശ്വാസം, ക്ഷമ, പരസ്പര ബന്ധം, അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള കെട്ടുറപ്പ്, ഇതൊക്കെ ഉണ്ടാവും അതിൽ. 1, 2, 3 സ്റ്റേജ് കഴിഞ്ഞ് പോയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. രണ്ടാമത്തെ സ്റ്റേജിലാണ് ഇപ്പോഴും നിങ്ങൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ മാറിക്കോളൂ, സമയമായി. മൂന്നാമത്തെ സ്റ്റേജിലേക്ക് പോയിക്കോളൂ. വീണ്ടും വിചാരത്തിൻ്റെ സമയമായിരിക്കുന്നു. മൂന്നാമത്തെ സ്റ്റേജിലേക്ക് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം. താങ്ക് യു.